ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ നമ്മുടെ പയറുണ്ടല്ലോ, പയറും നെത്തോലിയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദാണ്ടെ ഞാൻ ഇതുവരെ ഇതുപോലെ ഒരു കെട്ട് പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലെ ഒരു കെട്ട് പയർ ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ആക്കി അതിന്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു സൈസിനാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെത്തോലിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുള്ളൊക്കെ കളഞ്ഞിട്ട് നെത്തോലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുള്ളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന് നെത്തോലിക്ക് പകരം കൊഞ്ചായാലും എടുക്കാം, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ചെമ്മീനുണ്ടല്ലോ അത്. അപ്പൊ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഇതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്താണ് കേട്ടോ വേവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് വെന്ത് വറ്റി വരുമല്ലോ വെള്ളം, അതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. എനിക്ക് ഈ വെള്ളത്തിന്റെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചധികം വെച്ചത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വലുതായതുകൊണ്ട് ഞാനൊരു 8-9 തന്നെ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 10-15ഓളം എടുക്കാം കേട്ടോ. ഇനി കുറച്ചധികം വെളുത്തുള്ളി എലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8-9 തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്. അപ്പൊ നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഇടികല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മുടെ സംഭവം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നെത്തോലിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. പയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പൊ ഞാൻ ഈ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വെള്ളം വെച്ച് രസം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സംഭവം എല്ലാം ഊറ്റി അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. വെള്ളം സെപ്പറേറ്റ് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അതേ പാൻ തന്നെ ഒന്ന് എടുത്തു വെക്കാം. ഇനി ഈ പാന് ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു 3-4 ടീസ്പൂണോളായി ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് വടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇതിന്റെ ഒന്നും പച്ചമണം ഒന്നും മാറ്റാതെ ഡയറക്റ്റ് നമ്മളിത് ചതച്ചെടുത്തതല്ലേ, അപ്പൊ നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണേ. അപ്പൊ അതുവരെയും ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പയറും നെത്തോലിയും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഉപ്പിന്റെ കുറവ് വല്ലതും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പാകമായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് കുറച്ച് സമയം ഇരുന്ന് ആ ഒരു എരിവും ഒക്കെ ഇതിലോട്ടൊന്ന് പിടിച്ചു വരട്ടെ. അപ്പൊ നമുക്ക് ഒരു അല്പ സമയം മാത്രം ഒന്ന് അടച്ചു വെക്കാം, ഒരു 2-3 മിനിറ്റ് മാത്രം കേട്ടോ. അപ്പൊ ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ദാണ്ടെ ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് മെഴുക്കുവരട്ടിന്നോ അല്ലെങ്കിൽ തോരൻ പറയാൻ പറ്റൂല, അല്ലെങ്കിൽ കുത്തിക്കാച്ചിയെന്നോ ഒക്കെ പറയാം.
എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ പയറും നെത്തോലും അല്ലെങ്കിൽ ചെമ്മീനും ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചോറിനൂടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ ബെസ്റ്റ് ഐറ്റം ആണ്. അപ്പൊ ഇത്രേ ഉള്ള സംഭവം. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ ഈ പയറൊക്കെ കിട്ടുമ്പോൾ എന്നും ഒരേ സ്റ്റൈലിൽ തോരൻ വെക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. സംഭവം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കണേ, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.